ഹായ് കൂട്ടുകാരെ, സുഖാണോ എല്ലാവർക്കും? ഇതുവരെ നമ്മള് ഒരക്ക സംഖ്യകള് എങ്ങനെയൊക്കെ അബാക്കസിൽ ചെയ്യാൻ പറ്റുന്ന പഠിച്ചു. ഇന്ന് നമ്മള് 2 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് രണ്ടക്ക സംഖ്യകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1 മുതൽ 9 വരെ ഒരക്ക സംഖ്യകളാണ്. 9 കഴിഞ്ഞ അടുത്ത നമ്പർ 10, 10 മുതൽ 99 വരെ. ഈ രണ്ടക്ക സംഖ്യകള് അബാക്കസിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. സെന്റർ പോയിന്റിലാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതുവരെ നമ്മള് വലത് കൈ കൊണ്ടായിരുന്നു നമ്പറുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 ഡിജിറ്റ് നമ്പറുകളെല്ലാം നമ്മൾ വലത് കൈ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇടത് കൈയും കൂടി ഉപയോഗിക്കാൻ പോവുകയാണ്. നമ്മളിങ്ങനെ അബാക്കസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 2 ഫിംഗേഴ്സ്, ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇന്ന് മുതൽ നമ്മൾ അതും കൂടി യൂസ് ചെയ്യാൻ പോവാണ്. എന്തിനാണെന്നറിയോ? 10 മുതൽ 99 വരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടത് കൈയിന്റെ സഹായം കൂടി ആവശ്യമാണ്. ഇടത് കൈയിനെ കൂടി സഹായത്തിന് കൂട്ടുകയാണ്. വൺസിന്റെ പ്ലേസ് ആണ്. 1 മുതൽ 9 വരെ നമുക്ക് ഇവിടെ ചെയ്യാം. 9 ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ 10 ആണെന്ന് നമുക്കറിയാം. 10 ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, തൊട്ടടുത്ത റൂഡ്. ഇത് 1ന്റെ പ്ലേസ്, ഒറ്റയുടെ സ്ഥാനം എന്ന് പറയും. ഇത് 10ന്റെ സ്ഥാനം. അങ്ങനെ ഇങ്ങോട്ടാണ് ഇതിന്റെ വാല്യൂ കൂടിക്കൂടി വരുന്നത്. ഇത് 10ന്റെ സ്ഥാനം, ഇത് 100ന്റെ സ്ഥാനം. അങ്ങനെ ഇങ്ങോട്ട് പോകുന്തോറും ഇതിന്റെ വാല്യൂ കൂടിക്കൂടി വരും. നമുക്ക് ആദ്യം 2 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിക്കും. ഇപ്പൊ 9 നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, ഇപ്പൊ നമ്മൾ അബാക്കസ് 0-യിലല്ലേ ഉള്ളത്? 0-യിലാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇതാ ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഈ ഒരു മുത്തിനെ ഇങ്ങനെ നീക്കി. ഇവിടെ എത്രയായി? ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഞാൻ ഈ ഒരു മുത്തിനെ ഇങ്ങോട്ട് വെച്ചു. എത്രയാണ്? ഞാൻ എഴുതിയാൽ നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. 10 എന്ന് പറയുന്നത് 10 ആണ്. ഇടത് വശത്ത് 1ഉം വലതുവശത്ത് 0യും. അങ്ങനെയാണല്ലോ നമുക്ക് 10 എന്ന് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കോ, നമ്മളിവിടെ 0-യിൽ വെച്ചിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ 1 ചെയ്തു. തൊട്ടടുത്ത് എത്രയാണുള്ളത്? 0. 1ന്റെ അടുത്ത് 0 ഇട്ടപ്പോ, 1ന്റെ അടുത്ത് 0 ഇട്ടപ്പോ നമുക്ക് 10 എന്ന് കിട്ടി. 1ന്റെ അടുത്ത് 0 ഇടുമ്പോഴാണല്ലോ നമുക്ക് 10 കിട്ടുക. ഇതാണ് നമ്മളെ 10 എന്ന് പറയുന്നത്. ഈ 10ന്റെ കൂടെ ഒന്നും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 11 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്. 11. ഇത് 11. ചെയ്തു നോക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് ഇൻഡെക്സ് ഫിംഗറും 1 ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന 1ന്റെ ഫിംഗറും. ഇതിങ്ങനെ ഓരോന്നായല്ല ചെയ്യേണ്ടത്. നമുക്ക് ടൈം സേവ് ചെയ്യണ്ടേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഫിംഗേഴ്സും ഒരുമിച്ച് ഇങ്ങനെ എടുത്തിട്ട് വേണം 11 ചെയ്യാൻ. 12 എന്ന് പറയുമ്പോൾ 10 + 2. 10ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് നമുക്ക് 12 എന്നുള്ള ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ 10 ചെയ്തു, ഇവിടെ 2 ചെയ്തു. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ എഴുതി വെച്ചതുപോലെ തന്നെ ഇടത് വശത്ത് 1ഉം വലതുവശത്ത് എത്രയാണ്? 2ഉം. ഇങ്ങനെയാണ് നമ്മൾ അബാക്കസിൽ 2 ഡിജിറ്റ് നമ്പറുകൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇടതുവശത്ത് 1ഉം വലതുവശത്ത് 3യും. 1ന്റെ അടുത്ത് 3 എഴുതുമ്പോൾ നമ്മൾ എന്താ വായിക്കുക? ഇപ്പൊ കണ്ടില്ല, എത്രയാണ്? 13. 13. അടുത്ത നമ്പർ 14. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 15 ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. 15 ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കിയോ. 10ന്റെ ഫിംഗറിനും മാറ്റമില്ല, പ്ലേസിനും മാറ്റമൊന്നുമില്ല. 10ന്റെ ഫിംഗറിനും പ്ലേസിനും മാറ്റമൊന്നുമില്ല. 5 ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വേണം 5 ചെയ്യാൻ. പലരും ഇവിടെയൊക്കെ കൊണ്ടുപോയി ചെയ്യാറുണ്ട്. അത് തെറ്റാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റിലാണ് നമ്മൾ 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ എപ്പോഴും ചെയ്യുക. ഇതെത്രയാണ്? 15. 10 മുതൽ 15 വരെയുള്ള നമ്പറുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതെല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോന്ന് 3 പ്രാവശ്യം വീതം ചെയ്ത് നോക്കുക. ഇടത് കൈ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലെ. വലത് കൈ കൊണ്ടല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും അധികം ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.